പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇറാൻ ഹോർമൂസ് യമൻ കടലിടുക്കുകളിൽ നടത്തിയ ഷഹീദ് മുഹമ്മദ് നസീറി എന്നു പേരിട്ട നാവിക അഭ്യാസ പ്രകടനത്തെക്കുറിച്ചാണ്. അത് വലിയ വിജയമായിരുന്നു എന്നാണ് ഇറാന്റെ നാവിക സേനയും ഇറാനി പത്രങ്ങളും ഒക്കെ അവകാശപ്പെടുന്നത്. നവാബ് മജീദ് മുതലായ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ പരീക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ചു. ഇറാന്റെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് ഉൾക്കടലിൽ ഇറാന്റെ ലക്ഷ്യസ്ഥാനത്ത് ആ മിസൈലുകൾ പതിച്ചു. പരീക്ഷണം വിജയകരമായിരുന്നു എന്ന വാർത്തയും ഇറാനി നാവികസേനയും ഇറാനി മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇറാന്റെ അവകാശവാദങ്ങൾ ഏകദേശം ശരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ച് അവരുടെ നാവിക പരീക്ഷണ കാലഘട്ടത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് ഇത് വിലയിരുത്തപ്പെടുന്നു എന്ന വലിയ വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ ആശങ്കാജനകമായ രീതിയിലാണ് ഇസ്രായേൽ വീക്ഷിക്കുന്നത്. ഇസ്രായേലിൻ്റെ എല്ലാ ഇന്റലിജൻസ് വിഭാഗങ്ങളോടും ജാഗരൂകരായിരിക്കുവാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ആക്രമണം നടത്തുന്ന ഒരു രാജ്യത്തിന് ശത്രു രാജ്യത്തിൻ്റെ മേൽ ഒരു മേൽക്കൈ ലഭിക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരുന്ന നിമിഷമാണിത്. കാരണം നേരത്തെ 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലാണ് ആദ്യ പ്രഹരം ഇറാൻ ഏൽപ്പിച്ചത്. അതിൻ്റെ ഒരു പ്രഹരത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇറാൻ മുക്തമാകുവാൻ കുറച്ചു ദിവസങ്ങളെടുത്തു. അതിനുശേഷമാണ് ഇറാൻ പ്രഹരിച്ചു തുടങ്ങിയത് ഇസ്രായേലിനെ എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതുതന്നെയാണ് ശത്രുക്കളായ ഇറാനും ഇസ്രായേലും പരസ്പരം ഒരു വിശകലനം നടത്തുന്നതും ശത്രു രാജ്യത്തിന് മേൽ ആദ്യ പ്രഹരം ആരേൽപ്പിക്കും എന്ന രീതിയിൽ ആ മേഖലയിൽ നിന്ന് യുദ്ധസഹജമായ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു കാര്യം മാധ്യമങ്ങൾ ഇതുമായി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ഇറാനും തുർക്കിയും അങ്കാറയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നു എന്ന രീതിയിലാണ്. ഗസയാണ് വിഷയം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇറാനും തുർക്കിയും ഗസയുടെ കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടാകുവാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വിശകലനങ്ങളൊക്കെ തെളിയുന്നത്. ഇറാനും ഒരുപക്ഷെ തുർക്കിയും ഗസയ്ക്ക് വേണ്ടി കുറച്ചുകൂടി സ്വീകാര്യമായ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ പാതയിൽ വന്നേക്കാം എന്ന രീതിയിലുള്ള വാർത്താ വിശകലനങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഷഹീദ് 136 എന്ന് പറയുന്ന ഇറാന്റെ ഡ്രോണിനെ അത് അമേരിക്ക അതിൻ്റെ സാങ്കേതിക വിദ്യ കടമെടുത്തു, അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ അത് കോപ്പിയടിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വരികയാണ്. കാരണം ഇറാന്റെ ഈ ഷഹീദ് 136 പോലെയുള്ള ഡ്രോണുകൾ അത് വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകളാണ്. അത് വളരെ കൃത്യമായി തന്നെ ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഡ്രോണുകളാണ്. ചിലവ് കുറഞ്ഞ ആ സാങ്കേതിക വിദ്യയാണ് അമേരിക്കയെ ആകർഷിച്ചിരിക്കുന്നത് എന്ന നിഗമനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു MQ-9 അമേരിക്ക സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു MQ-9 ഡ്രോൺ ഉണ്ടാക്കുവാൻ $16 മില്യൺ ആവശ്യമുള്ളപ്പോൾ ഏകദേശം $35,000 മാത്രമാണ് ഇറാന്റെ ഷഹീദ് 136 പോലെയുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് അമേരിക്ക ആ രീതിയിലേക്ക് ഇറാന്റെ ഡ്രോണുകളെ കോപ്പിയടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കുറച്ചുകൂടി സാങ്കേതിക തികവോടുകൂടിയാണ് അമേരിക്ക ഡ്രോണുകളെ പുറത്തിറക്കുന്നത്. കാരണം അമേരിക്ക കുറച്ചുകൂടി സാങ്കേതിക മേന്മയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ഡ്രോണുകളെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒറ്റ നിമിഷം തന്നെ അയക്കുവാൻ തക്കുന്ന രീതിയിലേക്ക് അമേരിക്ക അതിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചില നീക്കങ്ങളുണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ ഈ താലിബാൻ അമേരിക്കൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് താലിബാന്റെ രഹസ്യങ്ങൾ ചോർത്തുവാൻ അമേരിക്ക അയച്ച ചില ഡ്രോണുകൾ അതിർത്തിയിൽ നിന്ന് ഇറാൻ തോട്ടിയിട്ട് പിടിച്ച് അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ മനസ്സിലാക്കി ഇറാൻ അത്തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ടുള്ളതായ ചില മാധ്യമ വിശകലനങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അതായാലും രാജ്യങ്ങൾ അവരുടെ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം തന്നെ ശത്രു രാജ്യത്തിൻ്റെ ആയുധങ്ങളും അത് പിടിച്ചെടുക്കുകയും കോപ്പിയടിച്ചുമൊക്കെ തങ്ങളുടെ സാങ്കേതിക മേന്മ വർദ്ധിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ നിമിഷങ്ങളിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.